ന്യായാധിപൻ കമാൽ പാഷ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കമാൽ പാഷ, വളരെ ക്രൂരമായ രീതിയിലാണ് വിഷ്ണുപ്രിയ എന്ന് പറയുന്ന 25-കാരിയെ 28 വയസ്സ് മാത്രം പ്രായമുള്ള ശ്യാംജിത്ത് എന്ന് പറയുന്ന ഈ പ്രതി കൊലപ്പെടുത്തിയിരുന്നത്. വളരെ പ്രമാദമായ ഒരു കേസ് തന്നെയായിരുന്നു. ഇപ്പോൾ ജീവപര്യന്തം തടവാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. വധശിക്ഷ വേണം എന്നായിരുന്നു ഈ പ്രോസിക്യൂഷൻ ശക്തമായി ആവശ്യപ്പെട്ടത്. പക്ഷേ അതായത് വധശിക്ഷ വേണോ അതോ ജീവപര്യന്തം തടവ് വേണോ എന്നുള്ളതിനെ കുറിച്ച് കോടതി ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ CRPC-യിലെ 354 വകുപ്പ് അനുസരിച്ച് സ്പെഷ്യൽ റീസൺസ് ഉണ്ടെങ്കിൽ അതാവാം. അതായത് സ്പെഷ്യൽ റീസൺസ് ഈ റയറസ്റ്റ് എമംഗ് റയർ, അപൂർവങ്ങളിൽ അത്യപൂർവം ആകണോ വേണ്ടയോ എന്നുള്ള അതാകണമോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നതിന് ആ റീസൺസ് വേണം. അപ്പൊ ഇതിനകത്ത് റീസൺസ് ഇല്ലാന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റുന്നില്ല. പലർക്കും വ്യത്യാസ അഭിപ്രായങ്ങൾ കാണും. ഇത് ഇവന് 28 വയസ്സുള്ള ഒരുത്തനാണ്. 25 വയസ്സ് പ്രായമുള്ള ഈ പെൺകുട്ടി നിരാലംബയായ ഒരു പെൺകുട്ടിയാണ്. അതിനെ ഇതേപോലെ പോയിട്ട് അത്ര ക്രൂരമായി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ മുറിവേൽപ്പിക്കുകയാണ് ആയുധം ഉപയോഗിച്ച്. അതിനെ ഞരമ്പുകളൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ മുറിവേൽപ്പിച്ച് ഇതിനെ കൊലപ്പെടുത്തുമ്പോ അതിന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ആ സമയത്ത് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവനിങ്ങനെ വരുന്നത്. അതും പ്രണയ പകയെന്നാണ്. എന്തോന്ന് പ്രണയത്തിന് പക, പ്രണയവും പകയും കൂടെ ഒന്നിച്ചു പോകാൻ ഒക്കത്തില്ല ഒരിക്കലും. ഇവന് പ്രണയമൊന്നുമില്ല. ഇവ വളരെ ക്രൂരനായ ഒരു മനുഷ്യനാണ്. അവനെ അപ്പൊ ചോദിക്കും സമൂഹത്തിൽ ഇവന് വേറെ കേസ് വല്ലതും ഉണ്ടോ ഇല്ലയോന്ന്. വേറെ കേസുണ്ട് ഇല്ലെന്നുള്ളത് ഇവിടെ ഈ കേസിനകത്ത് നോക്കേണ്ട പ്രസക്തമായ ഒരു കാര്യമല്ല. കാരണം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ക്രൂരമായിട്ടാണ് ഈ പെൺകുട്ടിയെ ഇതുപോലെ കൊലപ്പെടുത്തിയേക്കുന്നത്. അപ്പൊ അതിന് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കാനുള്ള ഒരു ശിക്ഷ അത് കൊടുക്കണം. അത് കീഴ്ക്കോടതി എങ്കിലും കൊടുത്തില്ലെങ്കിൽ ഹൈക്കോടതി അതെടുത്ത് മാറ്റിക്കോട്ടെ. പക്ഷെ ഗ്രാസ് റൂട്ട് ലെവലിൽ വരുമ്പോഴോ എങ്കിലും ഇതുപോലെ വധശിക്ഷ കൊടുക്കാവുന്ന ഒരു കേസാണത്. അത് ഞാൻ പറയുന്നുള്ളൂ. കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ബാക്കി അതിന്റെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റോ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ സമൂഹത്തിന്റെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ പെൺകുട്ടികളെ ഈ പ്രണയപ്പകയെന്നുള്ള പേരിൽ ഒരുപാട് അവന്മാര് കാണത്തരവും കാണിച്ച് കൊലപ്പെടുത്തുകയും ആസിഡുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഉണ്ടല്ലോ ഇവനൊക്കെ ഒരു കണ്ണ് തുറപ്പിക്കാൻ അതിനെതിരെ അവനൊരു ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ന് ഇങ്ങനെയുള്ളവന്മാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു വേദിയും കൂടെ ആയി മാറിയനെ ഒരു ശിക്ഷ അതുപോലെ കൊടുത്തിരുന്നുണ്ടെങ്കിൽ. അതിന് കാരണമുണ്ട്. ശിക്ഷയുടെ പ്രിൻസിപ്പിൾ നമ്മൾ നോക്കുമ്പോൾ ഒരാളെ സമൂഹത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തങ്ങ് കളയാന്ന് മാത്രമല്ല, പാമ്പിനെ തല്ലിക്കൊല്ലുന്ന പോലെ കളയാന്ന് മാത്രമല്ല, അത് മാത്രമല്ല പ്രതികാര വാഞ്ച മാത്രവുമല്ല. വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് ഒരു കണ്ണ് തുറക്കാൻ, അതായത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്ന് കണക്കാക്കാനുള്ള ഒരു മാർഗം കൂടെ ആകണം എന്നുള്ളതുണ്ട് ശിക്ഷാവിധി നമ്മൾ നോക്കുമ്പോൾ. അപ്പൊ ഇതിനകത്ത് എന്റെ അഭിപ്രായത്തിൽ ഇത്രയും ക്രൂരമായി ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അത് റയറസ്റ്റ് ഓഫ് റയർ ആവും എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ളതിനകത്ത് വധശിക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഹൈക്കോടതി വേണമെങ്കിൽ ഇത് കൺഫേം ചെയ്യട്ടെ, ഇല്ലാതിരിക്കട്ടെ. പക്ഷേ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇങ്ങനെ ഇത് കൊടുക്കാൻ ഒരു ധൈര്യം കോടതികൾ കാണിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ഈ ശിക്ഷ മോശമായിപ്പോയെന്നും ഞാൻ പറയുന്നില്ല. ശിക്ഷ തെറ്റുമല്ല. കാരണം അത് ജഡ്ജിയുടെ ഇത് മനസാക്ഷി അനുസരിച്ചും ജഡ്ജി അത് കണക്കാക്കുന്നതനുസരിച്ചും ഇരിക്കും. അതായത് ലെസർ ആൾട്ടർനേറ്റീവ് ഈ അൺക്വസ്റ്റ്യനബിളി ഫോർക്ലോസ്ഡ് ആയിരിക്കണം വധശിക്ഷ കൊടുക്കണമെങ്കിൽ. അതായത് ഈ ജീവപര്യന്തം തടവോ പിഴയോ പോരാ എന്ന് നിർബന്ധമായണം ഒരു വധശിക്ഷ കൊടുക്കണമെങ്കിൽ. പക്ഷെ ഇങ്ങനെയുള്ള കേസുകളിൽ പ്രത്യേകിച്ച് ഇതുപോലുള്ളവന്മാർക്ക് ഒരു മുന്നറിയിപ്പ് തന്ന നിലയ്ക്ക് മാത്രമല്ല, ഇപ്പൊ ഇവന്റെ പേര് വേറെ കേസുണ്ടോ അല്ലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടോ ഇതൊന്നും നോക്കേണ്ട കാര്യമുള്ളതല്ല. കാരണം ഇവൻ ഈ പെൺകുട്ടിയെ കൊല്ലണം. അങ്ങനെ കാര്യം നടക്കുന്ന ഒരു തന്നെ പിന്നെ വേറെ കാര്യത്തിന് നമ്മൾ നോക്കേണ്ട കാര്യം പോലും ഇല്ല. എന്റെ അഭിപ്രായത്തില് ഇത് റയറസ്റ്റ് ഓഫ് റയർ ആയിട്ട് വരാവുന്ന ഒരു കേസ് തന്നെയാണ് എന്നാണ് എന്റെ കാഴ്ചപ്പാട്. ഓക്കെ, വളരെ നന്ദി ശ്രീ കമാൽ പാഷ. പ്രതികരിച്ചതിന് വധശിക്ഷ നൽകേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായം